Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് കേരളത്തിന്റെ പ്രതിഷേധം. ലക്ഷങ്ങൾ അണിനിരന്ന മനുഷ്യച്ചങ്ങല പലയിടത്തും മനുഷ്യമതിലായി മാറി. സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ കണ്ണികളായി. പങ്കെടുത്തത് 20 ലക്ഷത്തോളം പേർ. ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന നഗരസഭാ ഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം. ധർണ മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പടമ്പിൽ കർഷകരെ കണ്ണീരിലാഴ്ത്തി കാട്ടുപന്നികളുടെ വിളയാട്ടം. നെൽകൃഷികൾ വ്യാപകമായി നശിപ്പിച്ചത് കൊയ്യാൻ 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ. കാട്ടുപന്നി ശല്യം തടയാൻ കർശന നടപടി ഉണ്ടാകണമെന്ന് കർഷകരുടെ ആവശ്യം. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ഈ മാസം 27 മുതൽ 30 വരെ തീയതികളിൽ നടക്കും. വരച്ചുവെക്കൽ 21-ന് ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. 30-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. വാർത്തകൾ വിശദമായി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ചങ്ങല തീർത്ത് കേരളത്തിന്റെ പ്രതിഷേധം. ലക്ഷങ്ങൾ അണിനിരന്ന മനുഷ്യച്ചങ്ങല പലയിടത്തും മനുഷ്യമതിലായി മാറി. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പ്രതിഷേധ കണ്ണിയിൽ പങ്കാളികളായി. റെയിൽ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക, കേന്ദ്ര സർക്കാരിന്റെ നിയമന നിരോധനം അവസാനിപ്പിക്കുക, കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് DYFIയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മനുഷ്യച്ചങ്ങല തീർത്തത്. കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിൽ TI മധുസൂദനൻ MLA, മുൻ MP P കരുണാകരൻ, ഡോക്ടർ VPP മുസ്തഫ, ഗായകൻ അലോഷ്യസ്, സരിൻ ശശി, PP സിദിൻ തുടങ്ങിയവർ കണ്ണികളായി. 4 മണിയോടെ തന്നെ ചങ്ങലയിൽ പങ്കാളികളാകുന്നവർ ദേശീയപാതയോരത്ത് എത്തിയിരുന്നു. മുന്നോടിയായി ഓണക്കുന്നിൽ നടന്ന പൊതുസമ്മേളനം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ തെരുവിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലക്ഷക്കണക്കിന് മനുഷ്യർ പ്രായഭേദമന്യേ ജാതിയോ മതമോ വംശീയമായിട്ടുള്ള വേർതിരിവുകളോ ഇല്ലാതെ കേരളം ഒരു മനുഷ്യനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മനുഷ്യ ചങ്ങലയ്ക്കാണ്. K നാരായണൻ അധ്യക്ഷനായി. മനുരാജ് സംസാരിച്ചു. പിലാത്തറ ഭാഗത്തും മനുഷ്യച്ചങ്ങല മനുഷ്യമതിലായി മാറി. യുവജനങ്ങൾക്കൊപ്പം വിവിധ ട്രേഡ് യൂണിയനുകൾ, തൊഴിലാളി സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ എന്നിവരും അണിചേർന്നു. മാടായി ബ്ലോക്കിൽ പെരുമ്പാ പാലത്തിൽ DYFI മുൻ സംസ്ഥാന പ്രസിഡന്റ് CKP പത്മനാഭൻ ആദ്യഗണ്ണിയായി. ചങ്ങലയായി അണിനിരന്ന് കൈകോർത്ത് പ്രതിജ്ഞയെടുത്ത ശേഷമാണ് പരിപാടി അവസാനിപ്പിച്ചത്. മുഴുവൻ ആളുകളും പങ്കാളികളാകുന്നവരെ സംഘടിപ്പിക്കുന്ന ഈ മനുഷ്യച്ചങ്ങലയുടെ അടിമയ്ക്കും എതിരെയും സാമ്പത്തിക നമ്മുടെ
എന്ന മുദ്രാവാക്യം ഉയർത്തി ഭരണഘടനയുടെ പോലെയാണ് കേന്ദ്ര ഭരണാധികാരികൾ കാണുന്നത്. RSSന്റെ വർഗീയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്നു. ജനങ്ങളുടെ യാത്രാ ദുരിതം ജനാധിപത്യ റിപ്പബ്ലിക്കാണ് തകരുന്നത്. പഴയങ്ങാടിയിൽ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരങ്ങൾ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളായി. പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങരയും മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയായി. പഴയങ്ങാടി അടുത്തിലയിലാണ് അദ്ദേഹം കണ്ണുചേർന്നത്. ജനാധിപത്യത്തിൻ്റെ അർത്ഥം അറിയാത്തവരാണ് കേന്ദ്രം ഭരിക്കുന്നതെന്നും കേന്ദ്രത്തിന് കീഴിലാണ് സംസ്ഥാനം എന്നതവർ മറന്നുപോകുകയാണെന്നും ഉറക്കം നടിക്കുന്ന കേന്ദ്രത്തെ ഉണർത്താനാണ് മനുഷ്യച്ചങ്ങല എന്നും ഇബ്രാഹിം വെങ്ങര പറഞ്ഞു. ജനാധിപത്യത്തിൻ്റെ പൊരുൾ അതിൻ്റെ അർത്ഥം അറിയാത്ത ഒരു കൂട്ടരാണ് ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ കീഴിലാണ് സ്റ്റേറ്റ് എന്നുള്ള കാര്യം അത് മറന്നുപോകും. അതുകൊണ്ട് തന്നെ അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുക എന്നതാണ് ഡിവൈഎഫ്ഐയുടെ ഈ മനുഷ്യസംഘടന. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് OV നാരായണൻ, CPM ഏരിയ സെക്രട്ടറി V വിനോദ്, R അജിത, ദിഷണ പ്രസാദ് എന്നിവരും മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല പലയിടങ്ങളിലും മനുഷ്യമതിലായി മാറി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക ഉപരോധം യഥാർത്ഥത്തിൽ കേരളത്തിനെതിരായിട്ടുള്ള ഉപരോധവും കേരള ജനതയ്ക്കെതിരായിട്ടുള്ള അങ്ങേയറ്റത്തെ വലിയ കുറ്റകൃത്യവുമായി മാറുന്ന ഒരു ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഇങ്ങനെ ഒരു വലിയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല തീർത്തു. P സന്തോഷ്, നിതീഷ് നാരായണൻ, വിഷ്ണു പ്രസാദ്, KV ലളിത, PV കുഞ്ഞപ്പൻ തുടങ്ങിയ നേതാക്കൾ പയ്യന്നൂർ പെരുമ്പയിൽ മനുഷ്യച്ചങ്ങലയിൽ കണ്ണിച്ചേർന്നു. കേന്ദ്ര സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ നടത്തുന്ന മനുഷ്യച്ചങ്ങലയിൽ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ തന്നെയും വലിയ ജനപങ്കാളിത്തം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇനിയും സഹിക്കണോ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് തിരുവനന്തപുരം രാജ്ഭവൻ വരെയാണ് ഈ മനുഷ്യച്ചങ്ങല തീർത്തത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യച്ചങ്ങലയുടെ പ്രചാരണാർത്ഥം അനവധി പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തി വന്നിരുന്നത്. അതിൻ്റെ ഒരു വിജയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വിവിധ ട്രേഡ് യൂണിയനുകളും വിദ്യാർത്ഥി സംഘടനകളും സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന 20 ലക്ഷത്തോളം പേരാണ് മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കുന്നത് എന്ന് നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ അവകാശപ്പെട്ടിട്ടുണ്ട്. ബംഗാളിൽ ഈയിടെ നടന്ന ബ്രിഗേഡ് മാർച്ചിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ യുവതയുടെ നേതൃത്വത്തിലുള്ള ഏറ്റവും വലിയ ഐതിഹാസിക സമരം എന്ന് തന്നെയാണ് ഈ മനുഷ്യച്ചങ്ങലയെ ഡിവൈഎഫ്ഐ വിശേഷിപ്പിക്കുന്നതും. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഡിവൈഎഫ്ഐ ദേശീയ പ്രസിഡന്റ് A റഹീം MP മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയായിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ ആദ്യ ദേശീയ പ്രസിഡന്റും LDF കൺവീനറുമായ EP ജയരാജനാണ് തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ അവസാന കണ്ണിയായി പങ്കെടുത്തത്. 4:30 തന്നെ ട്രയൽ റൺ നടത്തി അതിനുശേഷം 5 മണിയോടെ പ്രതിജ്ഞ ചൊല്ലി. പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പൊതുസമ്മേളനങ്ങളുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കന്മാരൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും നിയമനം നടക്കുന്നില്ല. കാർഷിക വ്യാവസായിക മേഖലകളിലെ തകർച്ചയിലും തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കി 10 വർഷത്തെ BJP ഭരണം 100 വർഷം പിറകോട്ടേക്കാണ് രാജ്യത്തെ എത്തിച്ചത്. ഇനിയും ഈ നില തുടർന്നാൽ ഇല്ലാതാകുന്നത് നമ്മുടെ രാജ്യമാണ്. രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് തകരുന്നത്.
റെയിൽവേ യാത്രാ ദുരിതത്തിനും കേന്ദ്രത്തിൻ്റെ നിയമന നിരോധനത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധത്തിനുമൊക്കെ എതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ മനുഷ്യച്ചങ്ങല ആബാലവൃദ്ധം ജനങ്ങളുടെയും വലിയ പങ്കാളിത്തം കൊണ്ട് ഏറെ ശ്രദ്ധേയമായി തീർന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. നിരവധി പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയും മിക്കതും പൂർത്തിയാക്കാതെ പത്രവാർത്തകൾ നൽകി സന്തോഷിക്കുന്ന ഒരു ഭരണകൂടമാണ് പയ്യന്നൂർ നഗരസഭയെന്ന് മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ. UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് പദ്ധതിയുടെ മറവിൽ പയ്യന്നൂർ നഗരസഭയിലെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമായിട്ട് 22 ദിവസങ്ങൾ പിന്നിടുകയാണെന്നും ആവശ്യക്കാരെല്ലാം നിരാശരായി മടങ്ങുന്ന പതിവ് കാഴ്ചയാണ് കാണാൻ കഴിയുന്നതെന്നും ലൈഫ് മിഷൻ ഭവന പദ്ധതി എവിടെയും എത്താതെ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. പയ്യന്നൂരിന്റെ ചിരകാല അഭിലാഷമായ സ്റ്റേഡിയം നിർമ്മാണം എവിടെയും എത്തിയിട്ടില്ല. വർഷങ്ങളായി കാത്തിരിക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സേവനം വളരെ കുറഞ്ഞു വരുന്നു. തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് UDFന്റെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തിയത്. UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്നൊരു 500 രൂപ വരെ ഞാൻ കുറക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി. എൻ്റെ ഈ ഒരു നടപടി ദയവായി സ്വീകരിക്കണം എന്നാണ് സഹപ്രവർത്തകരോട് പറഞ്ഞത്. ആ ലേഖനത്തിൽ ഒരിടത്ത് അദ്ദേഹം തന്റെ മകൾക്കു വേണ്ടി മകൾക്കൊരു സാരി കടം കൊടുക്കണം എന്ന് ഒരു കച്ചവടക്കാരൻ എഴുതിയ കത്തിന്റെ ഭാഗവുമുണ്ട്. മകളെ രാധക്ക് ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുണ്ട് സുഹൃത്തെ. അതുകൊണ്ട് ഒരു സാരി കടമായി കൊടുക്കണം. അതിന്റെ പൈസ ശമ്പളം കിട്ടിയാൽ തരാം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ്. UDF മുനിസിപ്പൽ ചെയർമാൻ A രൂപേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KT സഹദുള്ള, സുധീഷ് കടന്നപ്പള്ളി, AP നാരായണൻ, K ജയരാജ, VC നാരായണൻ, SA ഷുക്കൂർ ഹാജി, VKP ഇസ്മയിൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KK ഫൽഗുനൻ, VK ഷാഫി, P രത്നാകരൻ, KP മോഹനൻ, പ്രശാന്ത് കോറം തുടങ്ങിയവർ സംസാരിച്ചു. M നാരായണൻകുട്ടി, അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ, MK രാജൻ, M പ്രദീപ് കുമാർ, പിലാക്കൽ അശോകൻ, KT ഹരീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പ്രതിപക്ഷ കൗൺസിലർമാരുടെ അഭാവത്തിൽ നഗരസഭാ കൗൺസിൽ യോഗം ചർച്ചകൾ ഒന്നുമില്ലാതെ അജണ്ടകൾ അംഗീകരിച്ച് പിരിഞ്ഞു. കൗൺസിൽ യോഗത്തിൽ എതിരഭിപ്രായം ഇല്ലാതെ എല്ലാം അംഗീകരിക്കുന്ന പ്രതിപക്ഷം ലീവ് അപേക്ഷ പോലും തരാതെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് ശരിയായ നടപടിയല്ലെന്ന് ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. നഗരസഭാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ വരെ യാതൊരു എതിരഭിപ്രായവും പ്രകടിപ്പിക്കാതിരുന്ന പ്രതിപക്ഷ അംഗങ്ങൾ UDF നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് ലീവ് അപേക്ഷ പോലും നൽകാതെയാണ് കൗൺസിൽ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നും രാഷ്ട്രീയ പ്രേരിതമായുള്ള ഇത്തരം സമരം അഭിലഷണീയമല്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത കൗൺസിൽ യോഗത്തിൽ പറഞ്ഞു. രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് ഒരിക്കലും ഗുണകരമല്ല എന്നുള്ളത് ആദ്യമേ സൂചിപ്പിക്കുകയാണ്. കൗൺസിൽ നടപടിക്രമങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ കൗൺസിൽ യോഗം ഈ വർഷത്തെ അവസാനത്തെ റിവിഷൻ 27-ാം തീയതിയത്തെ DPC യോഗത്തിൽ റിവിഷൻ ചെയ്യേണ്ട പദ്ധതികളുണ്ടെങ്കിൽ സമർപ്പിക്കേണ്ടതുകൊണ്ട് ഈ മാസം 25-ാം തീയതിക്കുള്ളിൽ അങ്ങനെയുള്ള പദ്ധതികൾ അംഗീകാരം വാങ്ങേണ്ടതും ഉള്ളതുകൊണ്ടാണ് ഈ റിവിഷന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ള നിലയിൽ വെച്ചുകൊണ്ട് അടിയന്തര കൗൺസിൽ യോഗം ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. 14-ാം പഞ്ചവത്സര വാർഷിക പദ്ധതിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള പരിഷ്കരണങ്ങൾ നടപ്പിലാക്കാൻ യോഗം അനുമതി നൽകി. 15 വിധവാ പെൻഷനുകളും 28 വാർദ്ധക്യ പെൻഷനുകളും 7 ഡിസബിലിറ്റി പെൻഷനുകളും ഒരു വിവാഹ ധനസഹായ അപേക്ഷയും യോഗം അംഗീകരിച്ചു. ചെയർപേഴ്സൺ KV ലളിത യോഗത്തിൽ അധ്യക്ഷയായി. പൊതുജനത്തെ വീർപ്പുമുട്ടിക്കുന്ന നഗരസഭയുടെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി UDF നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു. ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കാനാണ് പ്രതിപക്ഷ കൗൺസിലർമാർ കൗൺസിൽ യോഗത്തിൽ എത്താതിരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ആലപ്പടമ്പിൽ കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിച്ചു. കൊയ്യാൻ 3 ആഴ്ച മാത്രം ശേഷിക്കുമ്പോഴാണ് കാട്ടുപന്നിക്കൂട്ടം വയലിലിറങ്ങി നാശം വിതച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം കൃഷിനാശമുണ്ടായ സ്ഥലത്ത് സന്ദർശനം നടത്തി.
കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആലപ്പടമ്പ് വെള്ളാലക്കോട് പാടശേഖരത്തിലാണ് കാട്ടുപന്നികൾ നെൽകൃഷി നശിപ്പിച്ചത്. KP നാരായണൻ, MB പാർവതി എന്നിവരുടെ 30 സെന്റോളം സ്ഥലത്തെ നെൽകൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കൊയ്തെടുക്കാൻ 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കൃഷി നശിപ്പിച്ചിരിക്കുന്നത്. കാട്ടുപന്നികളെ പ്രതിരോധിക്കാൻ തുണികളും മറ്റും കെട്ടിമറിച്ചിരുന്നുവെങ്കിലും അത് പരിഹാരമായില്ലെന്ന് KP നാരായണൻ പറയുന്നു. തുടർച്ചയായി വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ തുണി കെട്ടിയ പിന്നെ ഒരാഴ്ചയായിട്ട് വരുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു സമാധാനം ഉണ്ടായി, ഇനി വരില്ല എന്നുള്ളത്. അതുപോലെ ഒരു മാസം പിന്നെ ഈ നേന്ത്രവാഴ എല്ലാം കുത്തിവരും. ഒരു മാസം പിന്നെ ആ സൈഡിലുള്ള കമ്പിയെല്ലാം കെട്ടിയിട്ടാണ് ഇപ്പോൾ എല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. ഒരു കാരണവശാലും കൃഷി ആവാത്തൊരു സ്ഥിതിയാണ്. കാട്ടുപന്നിയുടെ ആക്രമണം പ്രദേശത്ത് വ്യാപകമാണെന്നും കൃഷിക്കാർക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും കൃഷിയിടം സന്ദർശിച്ച കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P. ശശിധരൻ പറഞ്ഞു. വലിയ തോതിലാണ് കൃഷിക്കാർ വിഷമം അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വിഷമം അനുഭവിക്കുന്ന കൃഷിക്കാർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം അധികൃതരുടെ ഭാഗത്തുനിന്ന് പാസാക്കി കൊടുക്കണം എന്നുള്ളതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, T. വിജയൻ, PV ബാലൻ, ശങ്കരൻ മാസ്റ്റർ, രതീഷ് വൈക്കത്ത് തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് നഷ്ടം വിലയിരുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെങ്ങര മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം വരച്ചുവെക്കൽ ഞായറാഴ്ച രാവിലെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടിയിൽ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന്റെ വരച്ചുവെക്കൽ ചടങ്ങ് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ നടക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 7-ന് വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട സമിതി വനിതാ കൂട്ടായ്മയുടെ മെഗാ തിരുവാതിര, കൈകൊട്ടിക്കളി, തുടർന്ന് സംഗീത കച്ചേരി. 24-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഭക്തിഗാനമേള നടക്കും. 25-ന് വൈകിട്ട് വെങ്ങര വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്നും അടുത്തില തെരു ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും. സാംസ്കാരിക സദസ്സ് ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രാദേശിക കലാപ്രതിഭകളുടെ നാടൻപാട്ട്, നൃത്തനൃത്യങ്ങൾ, പ്രതിഭാസംഗമം എന്നിവ നടക്കും. 26-ന് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൈകൊട്ടിക്കളി, നൃത്തസന്ധ്യ എന്നിവയുണ്ടാകും. 27-ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സദസ്സ് മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സംഗീതാർച്ചന, മോഹിനിയാട്ടം, ക്ലാസിക്കൽ ഡാൻസ്, കുച്ചിപ്പുടി എന്നിവ നടക്കും. 28-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മെഗാ മ്യൂസിക്കൽ സ്റ്റാർ നൈറ്റ്. 29-ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സദസ്സ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ഗോകുലൻ ഗോപാലൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് നാടകം മണക്കാടൻ ഗുരുക്കൾ. 30-ന് ഉച്ചയ്ക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരൽ. പിലാത്തറ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അടുത്തില വയലപ്ര വഴി വന്ന ക്ഷേത്രത്തിന് മുകളിലായുള്ള ഭാഗത്തും, പഴയങ്ങാടി ഭാഗത്തുനിന്ന് മാടായിപ്പാറ വഴി വരുന്ന വാഹനങ്ങൾ പാറയിലെ ഗവൺമെന്റ് ITIയുടെ തൊട്ടടുത്തുള്ള ഭാഗത്തും പാർക്ക് ചെയ്യണം. അഗ്നിരക്ഷാസേനാ വിഭാഗം ഉൾപ്പെടെയുള്ളവരുടെ സേവനം ഇവിടെ ലഭ്യമാക്കും. വാർത്താ സമ്മേളനത്തിൽ പെരുങ്കളിയാട്ട സമിതി ചെയർമാൻ PV വിനോദ് ചന്ദ്രൻ, ജനറൽ കൺവീനർ TV കുഞ്ഞിരാമൻ, വർക്കിംഗ് ചെയർമാൻ TV സുഭകൻ, ട്രഷറർ PV വിജയൻ വെങ്ങര, സാമ്പത്തിക കമ്മിറ്റി കൺവീനർ BP നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ദേശീയപാതയിൽ കരിവെള്ളൂർ പാലക്കുന്ന് പെട്രോൾ പമ്പിന് സമീപം വീട് കുത്തിത്തുറന്ന് കവർച്ച. 50,000 രൂപയും 2 പവൻ സ്വർണവും സർട്ടിഫിക്കറ്റുകളും രേഖകളും പിത്തള സാമഗ്രികളും മോഷണം പോയി. പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. BSNL പയ്യന്നൂർ ഓഫീസിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ V. സജിത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 50,000 രൂപയും 2 പവൻ സ്വർണ്ണാഭരണങ്ങളും സർട്ടിഫിക്കറ്റുകളും നിരവധി രേഖകളും സൂക്ഷിച്ച ബാഗും മോഷണം പോയി. വീടിന്റെ പടിഞ്ഞാറ്റിയിലുണ്ടായിരുന്ന പിത്തളയിൽ തീർത്ത വിളക്ക്, നടരാജ വിഗ്രഹം, ഉരുളി എന്നിവയും മോഷണം പോയി. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കും 11 മണിക്കുമിടയിലാണ് സംഭവം. രാവിലെ 9 മണിക്ക് സജിത്തും ഭാര്യയും ജോലിക്ക് പോയിരുന്നു. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. വീടിനകത്തുണ്ടായിരുന്ന CCTV മോഷ്ടാക്കൾ നശിപ്പിച്ചിരുന്നു. പുറത്തുള്ള CCTVയിൽ മോഷ്ടാക്കളുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. ഗ്രിൽസിന്റെ പൂട്ടും മുൻഭാഗത്തെ വാതിലും തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകടന്നത്. വീടിനകത്തെ ഷെൽഫുകളെല്ലാം കുത്തിത്തുറന്ന് പരിശോധിച്ച നിലയിലാണ്. പയ്യന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ കോച്ചുകൾ ഷണ്ടിങ്ങിനിടെ പാളം തെറ്റി. രാവിലെയുള്ള സർവീസിന് മുന്നോടിയായി കണ്ണൂർ യാർഡിൽ വെച്ചാണ് 2 കോച്ചുകൾ പാളം തെറ്റിയത്.
കണ്ണൂരിൽ നിന്നും പുലർച്ചെ പുറപ്പെടുന്ന 163008 നമ്പർ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ 2 കോച്ചുകളാണ് ഷണ്ടിങ്ങിനിടെ പാളം തെറ്റിയത്. പുലർച്ചെ 4:40ഓടെയാണ് സംഭവം. ട്രെയിനിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ ആർക്കും പരിക്കില്ല. രാവിലെ 5:10 കണ്ണൂർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടേണ്ടതായിരുന്നു ട്രെയിൻ. യാർഡിൽ നിന്ന് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിനിടെ പാളം തെറ്റുകയായിരുന്നു. പിന്നീട് പാളം തെറ്റിയ കോച്ചുകൾ ഒഴിവാക്കി രാവിലെ 6:43 ട്രെയിൻ പുറപ്പെട്ടത്. പാളം തെറ്റിയ കോച്ചുകൾ ഇടിച്ച് സിഗ്നൽ ബോക്സും തകർന്നു. പാളം തെറ്റാനുള്ള കാരണം വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് റെയിൽവേ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനായി അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി നിരാകരിച്ചതായി UDF നേതാക്കൾ. ഭരണസമിതിയുടെ ഈ നടപടിക്കെതിരെ ജനുവരി 24 രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഏകദിന ഉപവാസ സമരം നയിക്കുമെന്നും നേതാക്കൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനായി അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾ ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതി നിരാകരിച്ചതായി UDF നേതാക്കൾ പറഞ്ഞു. 5 ഹൈമാസ് ലൈറ്റുകളാണ് MP അനുവദിച്ചിരുന്നത്. ഈ 5 ലൈറ്റുകളും ഭരണസമിതി നിഷേധിച്ചിരിക്കുകയാണെന്നും ഭരണസമിതിയുടെ ഈ നടപടിക്കെതിരെ ജനുവരി 24 രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഏകദിന ഉപവാസ സമരം നയിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ, DCC നിർവാഹക സമിതി അംഗങ്ങളായ ആലയിൽ ബാലകൃഷ്ണൻ, KK സുരേഷ് കുമാർ, തങ്കച്ചൻ കാവാലം, UDF നേതാക്കളായ ബേബി തോട്ടത്തിൽ, ജോയി ജോസഫ്, ഷാജഹാൻ പ്ലാക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ട മഹോത്സവം ഭഗവതിമാരുടെ തിരുമുടിക്കുള്ള കമുകും മുളയും 23 എത്തിക്കും. കള്ളിയോട്ട് കഴകത്തിൽ നിന്നും മുളവന്നൂർ കഴകത്തിൽ നിന്നുമാണ് ഇവ എത്തിക്കുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 28 വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന പയ്യന്നൂർ കാപ്പാട്ട് കഴകം പ്രധാന ദേവതമാരായ കാപ്പാട്ട് ഭഗവതിയുടെയും പോർക്കലി ഭഗവതിയുടെയും തിരുമുടിക്കുള്ള കവുങ്ങുകളും മുളകളും കല്ലിയോട്ട് കഴകത്തിൽ നിന്നും മുളവന്നൂർ കഴകത്തിൽ നിന്നും എത്തിക്കും. 23 ചൊവ്വാഴ്ച രാവിലെ 7:30 8:30 ഇടയിലുള്ള മുഹൂർത്തത്തിൽ ജന്മാശാരി PV രാഘവൻ ആചാര്യയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങ് നടക്കും. 22 സന്ധ്യയോടെ കല്ലിയോട്ട് കഴകത്തിൽ എത്തുന്ന കാപ്പാട്ട് കഴകത്തിലെ സ്ഥാനികരെയും ബാല്യക്കാരെയും ആചാരപൂർവ്വം സ്വീകരിക്കും. നിശ്ചിത മുഹൂർത്തത്തിൽ കഴകങ്ങളിലെയും കളരികളിലെയും മറ്റ് ഭഗവതി സ്ഥാനങ്ങളിലെയും ആചാരസ്ഥാനികരുടെയും ബാല്യക്കാരുടെയും സാന്നിധ്യത്തിൽ ചടങ്ങ് നടക്കും. കല്ലിയോട്ട് കഴകത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന 2 കവുങ്ങുകൾ നിലത്ത് വീഴാതെ ബാല്യക്കാർ ചുമരിലേക്കെടുക്കും. മുളവന്നൂർ കഴകത്തിൽ നിന്ന് മുറിച്ചെടുക്കുന്ന 2 മുളകളും ബാല്യക്കാർ ചുമരിലേറ്റും. മുറിച്ചെടുത്ത കവുങ്ങുകളും മുളകളും നിലം തൊടാതെ ബാല്യക്കാർ ഭക്ത്യാദരപൂർവ്വം ചുമരിലേറ്റി കാൽനടയായി 55 കിലോമീറ്റർ ഘോഷയാത്രയായി സഞ്ചരിച്ച് കാപ്പാട്ട് കഴകത്തിൽ എത്തിക്കും. 21 കോൽ ഉയരമുള്ള വലിയ മുടിയാണ് കാപ്പാട്ട് ഭഗവതിക്കും പോർക്കലി ഭഗവതിക്കും വേണ്ടി നിർമ്മിക്കേണ്ടത്. ഫെബ്രുവരി 25 മുതൽ മാർച്ച് 3 വരെയാണ് പെരുങ്കളിയാട്ടം. 7 രാവും 7 പകലുകളുമായി 39 തെയ്യക്കോലങ്ങളും അവയുടെ തോറ്റങ്ങളും വെള്ളാട്ടങ്ങളും കെട്ടിയാടും. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ ശിവരാമൻ മേസ്ത്രി തച്ചങ്ങാട്, കഴകം പ്രസിഡന്റ് TV രാമചന്ദ്രൻ പണിക്കർ, കരിമ്പിൽ കൃഷ്ണൻ, കല്ലിയോട്ട് കഴകം പ്രസിഡന്റ് കല്യോടൻ ജനാർദ്ദനൻ, മുളവന്നൂർ കഴകം പ്രസിഡന്റ് വിശ്വനാഥൻ മേലാങ്കോട്, ജനറൽ കൺവീനർ TK മുരളീദാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. SYS തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റി സമസ്ത 100ാം വാർഷിക സമ്മേളന പ്രചാരണത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ബീരിച്ചേരി ഗേറ്റ് മുതൽ തൃക്കരിപ്പൂർ ടൗൺ വരെ വിളംബര റാലി സംഘടിപ്പിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കാളികളായി. SYS തൃക്കരിപ്പൂർ മേഖലാ കമ്മിറ്റി സമസ്ത 100ാം വാർഷിക സമ്മേളനത്തിന്റെ പ്രചരണത്തിന്റെ ഭാഗമായാണ് തൃക്കരിപ്പൂർ ബീരിച്ചേരി ഗേറ്റ് മുതൽ തൃക്കരിപ്പൂർ ടൗൺ വരെ വിളംബര റാലി സംഘടിപ്പിച്ചത്. ബസ് സ്റ്റാൻഡിൽ നടന്ന പൊതുയോഗത്തിൽ ഉസ്താദ് ഖലീലുർ റഹ്മാൻ കാശ്മി, ലത്തീഫ് മൗലവി മാവിലാടം, സമീർ ഹൈദമി എന്നിവർ സംസാരിച്ചു. ഷംസുദ്ദീൻ ഹാജി വെള്ളാപ്പ്, അഷ്റഫ് ഹാജി ബീരിച്ചേരി, സുബൈർ ദാരിമി അൽ ഖാസിമി, അഹമ്മദ് ഹാജി IT, N സൈനുൽ ആബിദ് തുടങ്ങിയവർ വിളംബര റാലിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. CPIM ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസായ സഖാവ് P കൃഷ്ണപിള്ള സ്മാരക മന്ദിരം ജനുവരി 21 ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. വൈകുന്നേരം 4 CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും.
CPIM ആലപ്പടമ്പ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഓഫീസായ സഖാവ് പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരം ജനുവരി 21 ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. ഏരിയ സെക്രട്ടറി P ശശിധരൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിക്കും. പലേരി കുഞ്ഞിരാമൻ മാസ്റ്റർ സ്മാരക പഠന കേന്ദ്രം TI മധുസൂദനൻ MLAയും മീഡിയ സെന്റർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C സത്യപാലനും ഉദ്ഘാടനം ചെയ്യും. PV ബാലൻ പതാക ഉയർത്തും. B നാരായണൻ, C കൃഷ്ണൻ, അഡ്വക്കേറ്റ് P സന്തോഷ്, KV ഗോവിന്ദൻ, PV വത്സല, VV ഭാസ്കരൻ, KK കൃഷ്ണൻ, T വിജയൻ തുടങ്ങിയവർ സംസാരിക്കും. വൈകിട്ട് 3 മണി മുതൽ സുരേഷ് പള്ളിപ്പാറ നയിക്കുന്ന നാട്ടറിവ് പാട്ടുകൾ അരങ്ങേറും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. P ശശിധരൻ, T വിജയൻ, MV സുനിൽകുമാർ, PV ബാലൻ, T തമ്പാൻ, V രതീഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വെള്ളൂർ യൂണിറ്റ് 32ാം വാർഷിക സമ്മേളനം വെള്ളൂർ സെൻട്രൽ ആർട്സ് നാടകപ്പുരയിൽ നടന്നു. KSSPU പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് സെക്രട്ടറി A രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വാർഷിക സമ്മേളനം വെള്ളൂർ സെൻട്രൽ ആർട്സ് നാടകപ്പുരയിൽ നടന്നു. KSSPU പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് സെക്രട്ടറി A രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇനി അങ്ങോട്ട് നമ്മുടെ പയ്യന്നൂർ മുനിസിപ്പൽ ബ്ലോക്ക് സമ്മേളനവും അതുപോലെ തന്നെ ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും നടക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ കഴിഞ്ഞ 2023-24 വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിയത് എന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് മുമ്പോട്ടുള്ള അതിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇതുപോലെയുള്ള യൂത്ത് സമ്മേളനം ആദ്യം വിളിച്ചത്. KSSPU വെള്ളൂർ യൂണിറ്റ് പ്രസിഡന്റ് M ഭരതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. AK സുകുമാരൻ, VP മോഹനൻ, KK രാജലക്ഷ്മി ടീച്ചർ, KV കുഞ്ഞാതി, P കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ വർഷത്തെ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ജനുവരി 14 ആരംഭിച്ച കരിവെള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 21 സമാപിക്കും. ബ്രഹ്മശ്രീ മേക്കാട്ട് ഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. പുതുമ നഷ്ടപ്പെടാത്ത എത്ര എവിടെയൊക്കെ ഇന്ന് ഇവിടെ പറയുന്നു കഥ, നാളെ പോയി വേറെ തന്നെ പറയുന്നുണ്ട് കേട്ടോ. ഒന്നെ പറയുന്നതിന് മനസ്സിലാക്കാൻ അത് താല്പര്യമുണ്ടാവും ഭക്തന്മാർക്കെന്നത്. ഈ ഭഗവാന്റെ കഥകൾക്ക് മാത്രമേ ഈ നൂതനത്വമുള്ളൂ കേട്ടോ. പുതുമ നഷ്ടപ്പെടാത്ത ഒരേ ഒരു ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ആ ഭാഗവത കഥകൾക്ക് നിത്യനൂതനാ ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യ മാഭ്യേൻ ലോകമലാപഹാ കോരുതുപ്യേതന്മാനാ സൂര്യോ നിത്യനൂതനാ. ആർക്കും മടുപ്പ് വരാത്ത ഒരേ ഒരു ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ആ പുതുമ നഷ്ടപ്പെടാത്ത ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വയംവര കഥ വർണ്ണിക്കണു. ആ ഭീഷ്മക രാജാവ് എന്ന് പറഞ്ഞ രാജാവ് തന്നെ 5 കുട്ടികൾ എല്ലാം സ്വർണം രുക്മിണി, അതേ ഇളയമകള രുക്മിണി ദേവി. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. ശ്രീ കാമാക്ഷി ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷത്തോടും താലപ്പൊലിയോടും കൂടിയാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര പുറപ്പെട്ടത്. തുടർന്ന് വിളക്ക് പൂജയും നടന്നു. ജനുവരി 21 നടക്കുന്ന പ്രതിഷ്ഠാപന മഹോത്സവ ചടങ്ങുകൾ ബ്രഹ്മശ്രീ തരണനല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. സമാപന ദിവസം 12:30 മുതൽ അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ശ്രീരാഘവപുരം സഭായോഗം 1230 വാർഷികവും മഹാദേവ ഭജനവും ജനുവരി 22 മുതൽ 28 വരെ വൈവിധ്യമാർന്ന പരിപാടികൾക്കൊപ്പം ചെറുതാഴം കണ്ണിശ്ശേരി കാവൽ വച്ച് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീരാഘവപുരം സഭായോഗം 1230 വാർഷികവും
മഹാവേദഭജനവും ജനുവരി 22 മുതൽ 28 വരെ വൈവിധ്യമാർന്ന പരിപാടികളോടെ ചെറുതാഴം കണ്ണിശ്ശേരിക്കാവിൽ നടക്കും. ജനുവരി 22 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ ഋഗ്, യജുസ്, സാമം എന്നീ 3 വേദങ്ങളും മുറ ജപിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വേദജപത്തോടൊപ്പം നിരവധി ആധ്യാത്മിക, സാംസ്കാരിക, വിദ്വൽ സദസ്സുകളും ക്ഷേത്രകലകളുടെ അവതരണവും നടക്കും. ജനുവരി 22 മുതൽ 28 വരെ എല്ലാ ദിവസവും കണ്ണിശ്ശേരിക്കാവിൽ വിശേഷാൽ ഹോമങ്ങൾ, പൂജകൾ, അർച്ചനകൾ, പുരാണ പാരായണം, നാമസങ്കീർത്തനങ്ങൾ എന്നിവയുണ്ടാകും. ജനുവരി 26 രാവിലെ ശ്രീ രാഘവപുരം സഭായോഗത്തിന്റെ ആസ്ഥാന വേദമന്ദിരത്തിന് വിശ്വഹിന്ദു പരിഷത്ത് വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അലോക് കുമാർ ശിലാസ്ഥാപനം നിർവഹിക്കും. ജനുവരി 27 നടക്കുന്ന ശാസ്ത്രവിചാര സദസ്സിൽ ബ്രഹ്മശ്രീ കൊമ്പംകുളം വിഷ്ണു സ്വാമിയാജി, യോഗക്ഷേമ സഭാ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ അക്കിരമൺ കാളിദാസ ഭട്ടതിരി തുടങ്ങിയവർ പങ്കെടുക്കും. ജനുവരി 28 നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ശ്രീ രാഘവപുരം സഭായോഗം രക്ഷാധികാരി ഡോക്ടർ വാരണക്കോട് ഗോവിന്ദൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. ജനുവരി 25 മുതൽ 28 വരെ തിരുവാതിര സമന്വയം, അക്ഷരശ്ലോക സദസ്, കഥകളി, സംഗീത കച്ചേരി തുടങ്ങിയ പരിപാടികൾ നടക്കും. ഡോക്ടർ EN ഈശ്വരൻ, ഡോക്ടർ OC കൃഷ്ണൻ നമ്പൂതിരി, KP ഹരി നമ്പൂതിരി, കാനപ്രം ശങ്കരൻ നമ്പൂതിരി, ജഗദീഷ് ശ്രീധർ, പങ്കജവല്ലി കാരക്കാട്, വരക്കൽ സുബ്രഹ്മണ്യൻ, ഡോക്ടർ TC ഗോവിന്ദൻ നമ്പൂതിരി, ഡോക്ടർ ധന്യ ഈശ്വരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കടുമേനി കടയക്കര ശ്രീ വട്ടക്കയത്ത് ചാമുണ്ടേശ്വരി ദേവസ്ഥാനം പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം ജനുവരി 21, 22, 23 തീയതികളിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര അവഗണനയ്ക്കെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് കേരളത്തിന്റെ പ്രതിഷേധം. ലക്ഷങ്ങൾ അണിനിരന്ന മനുഷ്യച്ചങ്ങല പലയിടത്തും മനുഷ്യമതിലായി മാറി. സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ കണ്ണികളായി. പങ്കെടുത്തത് 20 ലക്ഷത്തോളം പേർ. ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന നഗരസഭാ ഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി UDF പയ്യന്നൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണാ സമരം. ധർണ മുൻ MLA KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പടമ്പിൽ കർഷകരെ കണ്ണീരിലാഴ്ത്തി കാട്ടുപന്നികളുടെ വിളയാട്ടം. നെൽകൃഷികൾ വ്യാപകമായി നശിപ്പിച്ചത് കൊയ്യാൻ 3 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ. കാട്ടുപന്നി ശല്യം തടയാൻ കർശന നടപടി ഉണ്ടാകണമെന്ന് കർഷകരുടെ ആവശ്യം. വെങ്ങര മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ഈ മാസം 27 മുതൽ 30 വരെ തീയതികളിൽ നടക്കും. വരച്ചുവെക്കൽ 21 ഞായറാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ. 30 ഉച്ചയ്ക്ക് 2 മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.